നമ്മളുടെ നാട് അതിജീവിക്കുകയാണ്. ഇതും കടന്നു പോവുക തന്നെ ചെയ്യും ഈ സമയവും. പക്ഷേ ഇപ്പോഴും നമുക്ക് 200-ലധികം പേരാണ് ഇപ്പോഴും കാണാമറയത്തായിട്ടുള്ളത് ഈ മഹാദുരന്തത്തിന്റെ ഭാഗമായി. അവരിൽ നമുക്ക് പറ്റാവുന്നവരെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ തുടരുകയാണ്. കണ്ണൻ നായർ ദുരന്ത ഭൂമിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, ഇപ്പോൾ കണ്ണൻ അവിടെ കുറെ പേര് ഇന്നത്തെ ദൗത്യത്തിനായി ഇറങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വിവിധ സേനകളിൽപ്പെട്ട ആളുകളുണ്ട്. ഇന്ന് ഈ ആളുകൾ, ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ആളുകൾ, ഇവർ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എവിടെയൊക്കെ തിരയാനാണ് ഇന്നത്തെ തീരുമാനം? ഇന്നത്തെ ഈ ഒരു തിരച്ചിലിന്റെ ഏകോപനം അത് ഏത് തരത്തിലായിരിക്കും? സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുമോ? അങ്ങനെയുള്ള വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? തെരച്ചിലിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. അതായത് തെരച്ചിലിൻ്റെ സ്വഭാവത്തിൽ മറ്റു മാറ്റങ്ങൾ ഉണ്ടാകില്ല. എന്താണ് നമ്മുടെ ഇന്നത്തെ സ്ട്രാറ്റജി? ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പുഞ്ചിരിമട്ടം അതുപോലെ ആ ഭാഗത്തൊക്കെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. കാര്യമായിട്ട് നമ്മളത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഡൗൺ സ്ട്രീമിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൽമോസ്റ്റ് എല്ലാ സ്ഥലത്തും എല്ലാ പരിസരത്തും നമ്മളെല്ലാം സെർച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നാലും നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും നമ്മൾ പോകുന്നതല്ല. ഇന്ന് നമ്മൾ ഡൗൺ സ്ട്രീമിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെ, ചൂരൽമല ഭാഗത്തും ഈ പുഴയുടെ പരിസരത്താണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഇനി മിസ്സിങ് കൂടുതലായതുകൊണ്ട് എവിടെയാണ് അവരുടെ മൃതശരീരങ്ങൾ തങ്ങിയിരിക്കുന്നത്, അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുവേണ്ടി കുറേ നമ്മളിപ്പോൾ ഡ്രോൺസ് ഉപയോഗിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ കോണ്ടർ മാപ്പിങ്ങിൻ്റെ ഡിഫറൻസ് പരിശോധിച്ചിട്ട് ഇപ്പോൾ GPS ഉപയോഗിച്ച് ഫ്ലാഗ് ചെയ്തിട്ടുണ്ട് ഓരോ സ്ഥലങ്ങൾ. കാരണം എല്ലാം റാൻഡമായിട്ട് എല്ലാ സ്ഥലത്തും കുറിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പല രീതിയിലും ടെക്നിക്കൽ ഹെൽപ്പ് കൂടി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമാവധി നമ്മൾ ശ്രമിക്കുന്നു. സാർ, ഇപ്പം ഈ പ്രദേശത്ത് ഇന്നലെ സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഫുഡ് ഡെലിവറിയുടെ കാര്യത്തിൽ ചെറിയ തുടക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് കോർട്ടുകൾ സ്ഥാപിക്കുന്നുണ്ട് 4 സ്ഥലത്ത്. ഇവിടെയൊക്കെ ആക്ച്വലി ഫുഡ് കോർട്ടുകളുണ്ട്. അപ്പോൾ ഇന്നലെ സാധാരണ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ദൂരത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, അവരെല്ലാവർക്കും 6 മണി ഞങ്ങളപ്പോൾ വരാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ 6 മണിക്ക് ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. പക്ഷേ 8 മണിക്ക് ശേഷം 9 മണി 10 മണി വരുന്നവർക്കാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രശ്നം വരുന്നത്. കാരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് പകരം നമ്മളിപ്പോൾ അവിടെ തന്നെ സ്റ്റാൾ വയ്ക്കുക. ഏത് സമയത്ത് ഒരു ഫുഡ് അവിടെ ഉണ്ടാവും. അങ്ങനെ 4 സ്ഥലത്തായിട്ട് ഇന്നലെ മന്ത്രിമാരുടെ ഉപസമിതി ഉണ്ടായിരുന്നു. മന്ത്രിമാരുടെ ഒരു തീരുമാനമായിരുന്നു. അതനുസരിച്ച് നമ്മളിങ്ങനെ തുടങ്ങി. സാർ, മുൻ ദിവസങ്ങളിൽ നിന്ന് കാണാതെ ഇപ്പോൾ വരുന്ന ആൾക്കാരുടെ ഒരു കണക്കെടുത്തിട്ടാണ്, ഇപ്പം മീഡിയസിൻ്റെ അടക്കം കണക്കെടുത്തിട്ടാണ്, അതൊരു നമ്മുടെ ഒരു എണ്ണം കണക്കാക്കാൻ വേണ്ടിയും ഫുഡ് ഡെലിവറിക്കൊക്കെ വേണ്ടിയാണ് കൂടുതലൊരു സുഗമമാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ചെയ്യുന്നത്. തീർച്ചയായും അവർക്ക് നല്ല അക്കൗണ്ടബിലിറ്റി വേണമല്ലോ. അത് കാരണം അവർക്ക് ഒരു കാരണവശാലും അവർ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. വളരെ ദൂരത്തിൽ നിന്ന് വരുന്നവർ അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അവർക്ക് നമ്മളവർ കെയർ ചെയ്യാനുള്ളൂ. ഇപ്പം എത്ര പേര് കുടുങ്ങിക്കിടക്കുന്നു എന്ന് കണക്കെടുക്കുക നമുക്ക് അസാധ്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് കണക്കെങ്കിലും നമ്മുടെ ഉണ്ടോ, എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളത്? തീർച്ചയായും നമുക്ക് കയ്യിൽ കണക്കുണ്ട്. നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിനു വേണ്ടിയുള്ള അവരെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. 10 അംഗ സംഘം. അത് അവർ ക്വസ്റ്റ്യൻ ചെയ്യുക. അവർ പരമാവധി ആൾക്കാർക്കെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. റവന്യൂ കാർഡുണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഒരു ഏകീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും ഇപ്പോൾ എല്ലാ ലെവലും ഇപ്പോൾ കാരണം ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ സാർ, വളരെ നന്ദി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മുടെ IG കെ സേതുരാമൻ സാറാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇന്ന് പരമാവധി ചൂരൽമല, അതായത് പുഞ്ചിരിമട്ടം ഭാഗത്തേക്കുള്ള പരിശോധന ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പുഞ്ചിരിമട്ടം ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയ ആൾക്കാർ. അത് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ്. അവർ ദിവസങ്ങളായി ഇവിടെ പരിശോധന നടത്തുന്ന ആൾക്കാരാണ്. അവർക്ക് കൃത്യമായി ഈ പ്രദേശത്തെക്കുറിച്ച് മനസ്സിലാവുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ തന്നെ പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് കയറ്റിവിടുന്നുണ്ട്. അതിനുശേഷം മുണ്ടക്കൈ ഭാഗത്തേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കും. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ ഭാഗങ്ങൾ ഏകദേശം ക്ലിയർ ചെയ്തു എന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. നേരെ ഇനി എത്തേണ്ടത് ചൂരൽമല ഭാഗത്തേക്കാണ്. ചൂരൽമല ഭാഗത്തു നിന്നാണ് ഇന്നലെ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളൊക്കെ തന്നെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതലായി പരിശോധന നടക്കാൻ പോകുന്നത് ഞാനിപ്പോൾ നടന്ന് പോകാൻ വേലിപ്പാലത്തിന് സമീപത്തുള്ള ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്തേക്കായിരിക്കും. ആ പ്രദേശത്തായിരിക്കും ഇന്ന് കൂടുതൽ പരിശോധന നടത്തുക എന്നാണ് IG കെ സേതുരാമൻ നമ്മളോട് മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളതും. ഒപ്പം തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ നേരത്തെ
സൂചിപ്പിച്ചതുപോലെ മുൻ ദിവസങ്ങളിൽ ഇല്ലാത്തതിന് സമാനമായി ഇന്ന് വരുന്ന ആൾക്കാരുടെ ഒരു എണ്ണം കൃത്യമായി കണക്കെടുക്കുന്നുണ്ട്. അത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇന്നലെ ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചെയ്തിരിക്കുന്ന ക്രമീകരണം എന്ന് പറയുന്നത് 4 സ്ഥലങ്ങളിലായി ഫുഡ് കോർണറുകൾ സ്ഥാപിക്കുന്നു. അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയുള്ള എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഈ സന്നദ്ധ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഭക്ഷണവും വെള്ളവും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഉള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിനുവേണ്ടി 4 സ്ഥലങ്ങളിൽ ഫുഡ് കോർണറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് IG അറിയിക്കുന്നത്. ഇപ്പോൾ ഒപ്പം തന്നെ കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് എത്താതിരിക്കാൻ വേണ്ടി, അതായത് രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന ആൾക്കാരല്ല, പകരം ഇതൊരു ഡിസാസ്റ്റർ ടൂറിസം അല്ലെങ്കിൽ ഈ പ്രദേശം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എത്തുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. ഇന്നലെ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് പല ആൾക്കാരും അങ്ങനെ എത്തിയ ആൾക്കാരുണ്ട്. അവരെയൊക്കെ തന്നെ പോലീസ് തടയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരെ ഒരു കാരണവശാലും ഇവിടേക്ക് കയറ്റിവിടില്ല. കാര്യം ഇവിടേക്ക് ആൾക്കാർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാരെ ഇവിടേക്ക് കയറ്റിവിടേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ